നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ അർജൻറ്റീന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി വിജയിച്ച് കയറിയ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ അർജൻറ്റീനയുടെ നിരയിൽ റോദ്രിഗോ ഡിബോൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് വന്നത്. ഡിബോളിന് പകരം ഹൂലിയാനോ സിമിയോണിയാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്വാഭാവികമായിട്ടും കോച്ചിനോട് ചോദിച്ചു, ഡിബോളിനെ ബെഞ്ചിലിരുത്തുമ്പോൾ വിഷമമുണ്ടായില്ലേ? കോച്ചിൻ്റെ ഒരു കിടിലൻ മറുപടിയുണ്ട്. എങ്ങനെ സങ്കടമുണ്ടാവാതിരിക്കും, വേദനിക്കാതിരിക്കും? ഡിബോളിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ കളിക്കളത്തിൽ എങ്ങനെയാണ് കളിച്ചിരുന്നത് ഏതാണ്ട് അതുപോലെയാണ് ഡിബോൾ കളിക്കുന്നത്. പക്ഷേ ടീമല്ലേ വലുത്. ടീമിന് വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ. സോ ഒരു കോച്ചിനെ അദ്ദേഹത്തിൻ്റെ ജോബ് ചെയ്യാൻ അനുവദിക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് താരങ്ങളും മനസ്സിലാക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. ലയണൽ സ്കലോനി അർജൻറ്റീൻ ടീമിൻ്റെ വിജയരഹസ്യങ്ങളിൽ ഒന്നാണ് ഈ പുറത്തുവിടുന്നത്. കോച്ച് പറയുന്നതനുസരിച്ച് മറ്റൊരു പ്രശ്നവുമില്ലാതെ ആ താരങ്ങളൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. സ്കലോനിയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോകുന്നു. ലുക്ക്, എന്താ റോഡ്രിഗോ ഡിബോളിനെ ബെഞ്ചിലിരുത്തുമ്പോൾ പിന്നെ വേദനിക്കാതിരിക്കാൻ പറ്റൂ? സങ്കടം വരാതിരിക്കുമോ? എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കാത്തതിൽ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം നമുക്ക് ടീമിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിച്ച ഒരാളാണ് ഇതുവരെ എന്നുള്ളത് മാത്രമല്ല, എനിക്ക് അദ്ദേഹവുമായിട്ട് നല്ല ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈല് അത് ഞാൻ കളിക്കളത്തിൽ എങ്ങനെയാണ് കളിച്ചിരുന്നത് ഏതാണ്ട് അതുപോലെ കളിക്കുന്നതാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ടീമിന് ആ മത്സരത്തിൽ എന്ത് വേണം അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ശരി, നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റാം. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾക്ക് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ പറ്റാം. പക്ഷേ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഏത് പ്ലെയേഴ്സിനെ ടീമിലേക്ക് എടുക്കുന്നുവോ, നമ്മൾ കളിപ്പിക്കാൻ എടുക്കുന്നുവോ, അത് ആ ഗെയിമിനനുസരിച്ചായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലിയാൻഡ്രോ പെരേഡസിൻ്റെ കാര്യം, അദ്ദേഹം പ്രീവിയസ് വേൾഡ് കപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് പല കളികളിലും ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഫൈനൽ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് വന്നു. ഓട്ടാമെൻഡിയുടെ കാര്യത്തിൽ ഓട്ടാമെൻഡി ഇപ്പം ഈ കളിയിൽ ബെഞ്ചിലായിരുന്നു. ആംഹേൽ ഡി മരിയയുടെ കാര്യത്തിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പല കളികളിലും ഞാൻ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി, പക്ഷേ ആവശ്യമുള്ള സമയത്ത് അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിച്ചു. അപ്പം ഇത് മറ്റ് കാര്യങ്ങളൊന്നുമല്ല നമ്മളിവിടെ നോക്കുന്നത്. കോച്ചിൻ്റെ ജോബ് ചെയ്യാൻ അനുവദിക്കുക. കാരണം കോച്ചിന് വേണ്ടത് എന്താ? ഒരു ടീമിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പുറത്തെടുപ്പിക്കുക എന്നുള്ളതാണ്. ലക്കിലി എൻ്റെ പ്ലെയേഴ്സിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് അവർ കളിക്കണമെന്ന് ആഗ്രഹിക്കും, അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെ. ബെഞ്ചിലിരിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അവർ മനസ്സിലാക്കുന്നു കോച്ചിന് വേണ്ടത് ഈ മത്സരത്തിൽ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേയിൽ ടീമിനെ കളിപ്പിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ചാണ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ടീമിൻ്റെ ബെഞ്ചിലെ സ്ട്രെങ്ത്തും വളരെ മികച്ചതാണ്. കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നു അത് സംഭവിക്കട്ടെ. ഗെയിം ചില ഘട്ടങ്ങളിൽ കോംപ്ലിക്കേറ്റഡ് ആവും, അപ്പോൾ നമുക്ക് മറ്റൊരു പ്ലാനും കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ബെഞ്ചിൽ താരങ്ങളുണ്ട്. നോ മാറ്റർ നിങ്ങൾ എത്ര വലിയ മജീഷ്യൻ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ലൗട്രോയുടെ കാര്യം നോക്കുക. അദ്ദേഹം 3-4 തവണ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് വന്നത്. അദ്ദേഹം ഈ ടീമിലൊരു സ്റ്റാറാണ്. അദ്ദേഹം ഗോളുകൾ അടിക്കുന്നു. ഒരിക്കലും അദ്ദേഹം ബോൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. റോഡ്രിഗോ ഡിബോളിൻ്റെ കാര്യത്തിലോ അദ്ദേഹം ഈ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നു, നന്നായിട്ട് കളിച്ചു. നിക്കോ ഗോൺസാൽസിൻ്റെ കാര്യത്തിലോ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നു, നന്നായി കളിച്ചു. ഓട്ടയും അങ്ങനെ തന്നെയാണ് കളിച്ചിരിക്കുന്നത്. സോ ഞാനിവിടെ നിന്നുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ വിത്തൗട്ട് പ്ലെയേഴ്സ് നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല. ഞാനൊരു മജീഷ്യനല്ല. അപ്പം ഞാൻ ഇതെൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. പ്ലെയേഴ്സാണ് നമ്മൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന എന്താണ്? ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മിസ്റ്റേക്സ്, നമ്മുടെ സ്ട്രെങ്ത്ത് ഒക്കെ പരിശോധിച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കുക. എല്ലാവരോടും നന്ദിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അവരവരുടെ റോളുകൾ നന്നായിട്ട് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും, ബെഞ്ചിലിരിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഒരു കോച്ച് ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്കറിയാം അത് ടീമിൻ്റെ നല്ലതിനാണ് എന്നുള്ളത്. ടീമാണ് എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. ദ ടീം ഓൾവേസ് കംസ് ഫസ്റ്റ് എന്നുകൂടി ലയണൽ സ്കലോനി നയം വ്യക്തമാക്കുന്നു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.